അതുകൊണ്ടാണ് ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരും കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് പോലും ഇല്ലെന്ന്. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് പോലും ഇല്ലാത്ത ആളുകളെയാണ് ഇവർ തെരഞ്ഞെടുത്ത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് സാബു എം ജേക്കബ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാവുമല്ലേ. അദ്ദേഹം ഒരിക്കൽ പോലും രാഷ്ട്രീയക്കാരനും ആയിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നു. ആ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം വന്നു പറഞ്ഞാൽ അവിടെ രാജ്യസഭാംഗങ്ങളൊക്കെ പണം കൊടുത്ത് മേടിക്കുക എന്നുള്ള. ചാലക്കുടിയിൽ മത്സരിച്ചിട്ടുള്ള ചാർലി പോൾ, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ മത്സരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ മരുമകൻ, ഈ രണ്ടു പേരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരിക്കുന്ന എല്ലാവരും ഒരു കോമഡി സിനിമയിലെ ജോക്കർമാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആർക്കും. ഇതിനൊരു കോർപ്പറേറ്റ് സ്വഭാവത്തോടുകൂടിയാണ് അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. BJP അദ്ദേഹം ഒരു പാർട്ടിയായിട്ടല്ല കഴിയുന്നത്, ഒരു സ്ഥാപനമായിട്ടാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇത് 3 മുന്നണികളിലും പെട്ട ആളുകളുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. രാജൻ പള്ളന് പകരം മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ വന്നിരുന്നതെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ വിജയം വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് പോയാണ്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, ഈ BJP നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മുന്നണിയാണ് NDA. അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ തലവനാണ്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള 2020 ഈ അടുത്ത കാലത്ത് NDAയുടെ ഭാഗമായിട്ട് മാറിയ 2020 അതിൻ്റെ തലപ്പത്തിരിക്കുന്നതും സാബു എം ജേക്കബ് എന്ന് പറയുന്ന വലിയൊരു കോർപ്പറേറ്റ് മുതലാളിയാണ്. BDJS എന്നൊരു പാർട്ടിയുണ്ട്, അതിന് തലപ്പത്തിരിക്കുന്നതും അതേപോലെ തന്നെ ഒരു മുതലാളിയാണ്. പക്ഷേ കോർപ്പറേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എന്നാൽ ആ മുതലാളി ഇവർ ഈ പ്രാവശ്യം ഗൗനിച്ചിട്ട് പോലില്ല. എല്ലാ സ്ഥലത്തും തുഷാർ വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് സീറ്റുകളുടെ കാര്യത്തിലായാലും മീറ്റിങ്ങുകളുടെ കാര്യത്തിലാണെങ്കിലും വേണ്ടത്രൊരു പ്രാധാന്യം BDJSന് കിട്ടിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ BDJSൻ്റെ ഈ വോട്ട് ഇപ്രാവശ്യം BJPക്ക് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിലും പറയാൻ വേണ്ടി പറ്റും. BDJSൽ അങ്ങനെ വലിയ വോട്ടൊന്നും ഇല്ലെന്നേ. കാരണം അവർ ഈ 2016 വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. 2016 ഉണ്ടാക്കിയതാണ്. പക്ഷേ കാരണം 2016 കുട്ടനാട്ടിൽ പോലും സുഭാഷ് വാസു കൊടുത്ത മത്സരമൊന്നും നമുക്ക് മറക്കാൻ സാധിക്കുന്ന മത്സരമൊന്നുമല്ല. പക്ഷേ അവിടെ BJPൻ്റെ വോട്ടും കൂടി ചേർന്നാണല്ലോ. അപ്പോൾ സുഭാഷ് വാസു. പക്ഷേ ഇപ്പം ഉള്ളൊരു വലിയ വിഷയം എന്ന് പറയുന്നത് BDJSൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമാണ്. അതാണ് BDJSനെ BJP ഗൗനിക്കാത്തത്. ഒരു വലിയ, അതായത് ഇഴവ സമുദായത്തെ മൊത്തത്തിൽ കൊണ്ടുപോയി NDAയിൽ കിട്ടും എന്നായിരുന്നു ഇവർ കൊടുത്ത ഒരു മോഹന വാഗ്ദാനം. പക്ഷേ അതൊന്നും സാധിച്ചിട്ടില്ല. അല്ല, പക്ഷേ ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിയെ മുഴുവൻ കൊണ്ടുപോയി BJP കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് PC ജോർജും ഷോൺ ജോർജും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ സാബു എം ജേക്കബും NDAയുടെ ഭാഗമായിട്ട് മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം PC ജോർജും ഷോൺ ജോർജും BJPയിൽ നേരിട്ട് എൻട്രിയാണ്. ഇതിൽ PC ജോർജിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. പൂഞ്ഞാറിൽ കാര്യം രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കെ തന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സ്പ്ലിറ്റ് അത് ഏത് തരത്തിൽ PC ജോർജിനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അല്ല, പക്ഷേ നമ്മളിപ്പം BJPയിലെ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനായി വന്നതോടുകൂടിയാണ് BJPയുടെ കേരളത്തിലെ സ്റ്റൈൽ മൊത്തം മാറുന്നു. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ വന്നില്ലായിരുന്നെങ്കിൽ 2020 പോലുള്ള ഒരു കോർപ്പറേറ്റ് മാനേജറെയൊന്നും, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഉടമയൊന്നും ഈ NDAയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നില്ല. ഇത് ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് വലിയ നഷ്ടം ഉണ്ടാവും എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത്. കാരണം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി നമുക്കത് വ്യക്തമാവുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ കേരളത്തിലെ മുതിർന്ന BJP നേതാക്കളെല്ലാം പ്രതിഷേധിച്ചിരുന്നു. അതിൽ ശക്തമായ രോഷം ഉള്ള നിരവധി നേതാക്കന്മാർ ഇപ്പോഴും BJPയിൽ ഉണ്ട് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പം രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കെ സുരേന്ദ്രൻ തുടങ്ങി എല്ലാ നേതാക്കന്മാരെയും ഒതുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് സുരേന്ദ്രനും മൗനത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. കാരണം ദേശീയ നേതൃത്വം പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ കേരളത്തിലെ BJPക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ശൈലി എത്രത്തോളം സ്വീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഈ 4-ാം തീയതി ഉണ്ടാകും കൂടി നമ്മൾ കാണണം. കാരണം ഇത്തവണ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ചർച്ചയിൽ പലപ്പോഴും പല ഈ പ്രവാചകന്മാർ പറഞ്ഞത് 2 മുതൽ 5 വരെ പറഞ്ഞവരുണ്ട്, 2 മുതൽ 9 വരെ സീറ്റ് പറഞ്ഞവരുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ 9 സീറ്റ് വരെ BJPക്ക് ലഭിച്ചേക്കാം എന്നുള്ളതുണ്ട്. പക്ഷേ കേരളത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്തവണ
ഒറ്റ സീറ്റ് കിട്ടില്ല എന്ന് ഒന്ന്. രണ്ടാമത് ഈ നമ്മുടെ 2020 മത്സരിച്ച 19 സീറ്റുകളിൽ BJPയുടെ നില വലിയ മോശമാവും എന്നുള്ളതാണ്. കാരണം പരമ്പരാഗതമായി നല്ല വോട്ട് ഷെയർ ഉള്ള സ്ഥലങ്ങളിലാണ് BJP ഇത്തവണ 2020ക്ക് കൊടുത്ത് 2020ന്റെ വളരെ അപക്വമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ച. ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തൃപ്പുണിത്തുറയിൽ കൊണ്ടുപോയി അഞ്ജലി നായരെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇട്ടു എന്നുള്ളത് എടുത്താണ്. കാരണം BJPക്ക് കൃത്യമായി മുന്നേറ്റമുള്ള ഒരു പ്രദേശമാണ് തൃപ്പുണിത്തുറ. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഈ അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂര്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ BJP സ്ഥാനാർത്ഥി താമരചിഹ്നം ഇല്ലാതെ അവർ ഈ 2020യെ പോലുള്ള അരാഷ്ട്രീയ കക്ഷികളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുകയും 2020 കൊടുത്തല്ല അതിൽ വിഷയം. 2020 സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ആളുകളെല്ലാം ഒന്നിനൊന്ന് ഭീകരന്മാരായിരുന്നു എന്നുള്ളതാണ്. കാരണം അവർക്കൊന്നും യാതൊരു തരത്തിലും എന്താണ് തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചില മര്യാദകൾ എന്നുള്ളത് പോലും അറിയാത്തവരാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചാലക്കുടിയിൽ മത്സരിച്ചിട്ടുള്ള ചാർലി പോള്, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ മത്സരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ മരുമകൻ, ഈ രണ്ടുപേരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരിക്കുന്ന എല്ലാവരും ഒരു കോമഡി സിനിമയിലെ ജോക്കർമാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആർക്കും. കാരണം എനിക്ക് തോന്നുന്നു വരുന്ന 5 വർഷത്തേക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംഭാവനകളും ട്രോൾ മെറ്റീരിയലുകളും സംഭാവന ചെയ്തതിനു ശേഷമാണ് അഖിൽ മേയറായിക്കൊള്ളട്ടെ, പിന്നെ അഞ്ജലി നായരായിക്കൊള്ളട്ടെ. അഞ്ജലി നായരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ കല്യാണ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് MLA കഴിച്ചിട്ട് പൊയ്ക്കോളൂ. കാരണം ഈ ട്രോൾ എന്നത് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ആളുകളെ കാൻഡിഡേറ്റ് ആക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരും കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് പോലും ഇല്ലെന്ന്, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് പോലും ഇല്ലാത്ത ആളുകളെയാണ് ഇവർ തെരഞ്ഞെടുത്ത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് സാബു എം ജേക്കബ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാവുമല്ലേ. അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇതൊരു തമാശയായിരുന്നു. കാരണം ഒരു ടൈം പാസ്, ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കോടീശ്വരന്മാർക്ക് പല പല ടൈം പാസ് ഉണ്ടാവില്ല. ചില ആളുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ആർഭാടമുള്ള കാറുകളൊക്കെ വാങ്ങും. അത് കാറുകളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇടിക്കും, റേസിങ് നടത്തും എന്നൊക്കെ പറഞ്ഞ പോലെ മൃഗീയ വിനോദങ്ങളുള്ള ആളുകളുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയത്തെ കളിയാക്കുകയായിരുന്നു സാബു എം ജേക്കബ് എന്ന് നമുക്ക് പറയാതിരിക്കാം. കാരണം വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ഉത്സവത്തെ, തെരഞ്ഞെടുപ്പിനെ, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ കളിയാക്കുന്ന രീതിയിലേക്കാണ് സാബു എം ജേക്കബ് പോയത് എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യനും മറന്നു പോകരുത്. ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു വലിയ കോർപ്പറേറ്റ് ഭീമൻ വരികയും കേരളത്തിലെ BJP യഥാർത്ഥത്തിൽ അദ്ദേഹം ലീസിനെടുത്തു എന്നാണ് ഞാൻ പറയാം. വിലക്ക് വാങ്ങിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എന്തായാലും കുറച്ചേയും ഒഴിഞ്ഞു പോകേണ്ടതാണല്ലോ. അപ്പോൾ ലീസിനെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഇപ്പം ഇദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് വന്നതല്ല എന്നുള്ളത് നമുക്കറിയണം. അദ്ദേഹം ഒരിക്കൽ പോലും രാഷ്ട്രീയക്കാരനും ആയിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നു. ആ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം വന്നു എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യസഭാംഗങ്ങളൊക്കെ പണം കൊടുത്ത് മേടിക്കുക എന്നുള്ള, അങ്ങനെ നല്ല പൈസ കോടികൾ നൽകി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കോടികൾ നൽകിയാണ് അദ്ദേഹം ഒരു പാർട്ടിയുടെയും ലെവലിലല്ല അദ്ദേഹം ആദ്യം ഈ രാജ്യസഭയിലെത്തുന്നത്. 2ാം തവണയും അദ്ദേഹം ഒരു പാർട്ടിയുടെ ലെവലിലെത്തുന്നത്. പക്ഷേ 3ാം തവണ ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് BJPയോട് ചായ്വ് ഉണ്ടാവുകയും അദ്ദേഹം പിന്നീട് മന്ത്രിയൊക്കെ ആയി എന്നുള്ളതാണ്. അങ്ങനെ മന്ത്രിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുന്നു. തിരുവനന്തപുരത്തെ മത്സരത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മലയാളികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നപ്പോഴും അദ്ദേഹം മലയാളിയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് മലയാളം പറയാൻ അറിയില്ല, ഇപ്പോഴും പറയാൻ അറിയില്ല. അപ്പം മലയാളി അല്ലാത്ത ഒരു, വേണമെങ്കിൽ മലയാളി വേരുകളുള്ള എന്ന് മാത്രം പറയാവുന്ന രാജീവ് ചന്ദ്രശേഖർ വളരെ പെട്ടെന്നാണ് കേരളത്തിൽ BJPയുടെ അധ്യക്ഷനായി വരുന്നു, സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്. ഇതോടുകൂടി BJP യഥാർത്ഥത്തിൽ വലിയ പരിങ്ങലിലായി എന്ന് നമ്മൾ കാണാൻ. അദ്ദേഹത്തിൻ്റെ ഒറ്റ തീരുമാനമാണ് 2020ക്ക് 19 സീറ്റ് നൽകുക. കാരണം അദ്ദേഹം ലാഭവും നഷ്ടവും മാത്രം കണക്കൂട്ടുന്ന ആളാണ്. കാരണം അത്രയും സ്ഥാനാർത്ഥികൾ BJPക്ക് അല്ലാത്ത മറ്റൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചെലവ് കുറഞ്ഞു കിട്ടും എന്നാണ്. ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചത് അധ്യക്ഷനാണ്. ഒരു വർഷമൊക്കെ ഉള്ളൂ, അവിടെ പോയി എന്തിനാണ് ഞങ്ങൾ മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നഷ്ടമാണെന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ അത് നഷ്ടമാണ്. അപ്പോൾ ലാഭവും നഷ്ടവും
നേട്ടവും കണക്ക് കൂട്ടി മാത്രം തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു 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 കോർപ്പറേറ്റ് കമ്പനിയുടെ ഉടമയ്ക്ക് എങ്ങനെയാണ് BJP പോലുള്ള ഒരു പ്രസ്ഥാനത്തെ ഈ സ്റ്റേറ്റിൽ വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ഈ 4-ാം തീയതി നമുക്ക് മനസ്സിലാവും. എത്രത്തോളം വോട്ട് കിട്ടും, ഈ വോട്ട് എന്തുകൊണ്ട് BJPക്ക് വോട്ട് കുറഞ്ഞു. ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചതുപോലെ 2 മുതൽ 5 വരെ സീറ്റ് പോയിട്ട് ഒറ്റ സീറ്റ് പോലും കിട്ടാതാവുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളതൊക്കെ വലിയ വിഷയമാണ്. BJPക്ക് സാധ്യതകളുള്ള 2 സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് 2 സ്ഥലങ്ങളുണ്ട്. അത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടാണ്, 2 തൃശ്ശൂർ അതാണ്, പിന്നെ 3-മതുള്ളത് കഴക്കൂട്ടമാണ്. മഞ്ചേശ്വരവും നല്ല സാധ്യത, പക്ഷെ മഞ്ചേശ്വരത്ത് സാധ്യത ഉണ്ടായിട്ട് പോലും ആ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ BJPയിൽ ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അശ്വിനി എന്ന് പറഞ്ഞ അവിടുത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷയായിരിക്കുന്ന ഒരു BJPക്ക് വോട്ട് ചേർക്കാൻ പോലും സാധ്യത ഉണ്ടായിരുന്ന അവരുടെ മക്കളുടെ വോട്ട് പോലും ചേർത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ വോട്ട് ചേർക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മുസ്ലിം ലീഗൊക്കെ അവിടെ വലിയ രീതിയിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾ കൂടുതൽ ചേർത്തപ്പോൾ ഈ BJPക്ക് ആകെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ചേർക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല സ്ഥലത്തില്ലാത്തവരെ കണ്ടെത്താനും അതിൻ്റെ ആ വോട്ടൊക്കെ ഈ ലിസ്റ്റിൽ നിന്നൊക്കെ ഈ മാറ്റിക്കളയാനൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മറ്റെല്ലാവരും ചെയ്തപ്പോൾ BJP അവിടെ അത്തരത്തിൽ ഒരു പ്രവർത്തനവും കാഴ്ചവെച്ചില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ ഈ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി ഇതിനൊരു കോർപ്പറേറ്റ് സ്വഭാവത്തോടുകൂടിയാണ് അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. BJP അദ്ദേഹം ഒരു പാർട്ടിയായിട്ടല്ല കഴിയുന്നത്, ഒരു സ്ഥാപനമായിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം ദേശീയ തലത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു ബ്രാഞ്ചായിട്ട് മാത്രമാണ് അദ്ദേഹം ഇതിനെ കണ്ടിരുന്നത്. ഈ ഒരു രീതി യഥാർത്ഥത്തിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. നമുക്കറിയാം, ഈ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരാണ്, മറ്റു പല നേതാക്കന്മാരുടെ എതിരാണ്, മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ രാജീവിന്റെ ഈ ശൈലിക്കെതിരെ വലിയ ശക്തമായ പ്രതിഷേധത്തിലാണ്. പക്ഷെ അവർക്കൊരു കാരണം വേണം. രാജീവ് അതാ ഈ 4-ാം തീയതിയോടുകൂടി യഥാർത്ഥത്തിൽ BJPയിൽ വലിയ കലാപങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ കാര്യം പറയട്ടെ രാജേഷ്, അതായത് കഴക്കൂട്ടത്ത് 2 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട മുരളീധരൻ തുടർച്ചയായി ആ മണ്ഡലത്തിൽ തന്നെ ചെലവഴിക്കുന്ന ഒരു കാഴ്ച നമ്മൾ മറന്നു പോകരുത്. അത് കൂടാതെ തന്നെ തൃശ്ശൂരിലെ രാജൻ പള്ളൻ എന്നുള്ളൊരു സ്ഥാനാർത്ഥി, അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്, മുൻ മേയറൊക്കെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇടത് വലത് മുന്നണികളിലുള്ള ഒരു സ്വാധീനമുണ്ട്. അതുകൂടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇത് 3 മുന്നണികളിലും പെട്ട ആളുകളുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. രാജൻ പള്ളന് പകരം മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ വന്നിരുന്നതെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ വിജയം വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് പോയേനെ. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല എന്താണ് സാധ്യതകൾ എന്നതിനെ കുറിച്ച്. എങ്കിൽ തന്നെയും പത്മജ വേണുഗോപാൽ വളരെ പ്രതീക്ഷയിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ 4-ാം തീയതി വരെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അത് കൂടാതെ ഈ പാലക്കാട് തലേ ദിവസം ഉണ്ടായ സംഭവങ്ങൾ ബാധിക്കാതിരുന്നിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം നടക്കാതിരുന്നിരുന്നുവെങ്കിൽ, ആ ഒരു എടുത്തുചാട്ടം കാണിക്കാതിരുന്നിരുന്നുവെങ്കിൽ ശോഭ സുരേന്ദ്രൻ ചിലപ്പോൾ ജയിച്ചു സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ശോഭ സുരേന്ദ്രൻ ഇത്തവണ നേരത്തെ ഈ പാലക്കാടിനെ 2-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ശോഭ സുരേന്ദ്രൻ. പക്ഷെ ഇത്തവണ ശോഭ സുരേന്ദ്രൻ ചിലപ്പോൾ അത് 3-ാം സ്ഥാനത്തേക്ക് വരെ കൊണ്ടുപോകുമോ എന്നുള്ളൊരു സംശയമാണ്. അവസാന റൗണ്ടിൽ ചിലപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് എത്താനും സാധ്യതകൾ ജയിക്കാനുള്ള സാധ്യതയും അവിടെ ഇല്ല. ഉണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ പ്രവർത്തനമായി മുന്നോട്ട് പോയത്. അവസാന നിമിഷങ്ങളിലൊക്കെ അവർക്ക് ഈ എല്ലാ കാലത്തും ശോഭ സുരേന്ദ്രനും സംഭവിക്കുന്നത് തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, കോർപ്പറേറ്റ് മുതലാളിമാരെ മിക്കവാറും BJPക്കാരെടുത്തിട്ട് പഞ്ഞിക്കെടുത്തൊരു കാഴ്ച 4-ാം തീയതിക്ക് ശേഷം നമുക്ക്. പക്ഷെ എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ BJPക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഉള്ള ആ മണ്ണ് പോലും ഒലിച്ചു പോകുന്നതിന് മുന്നേ രാജീവ് ചന്ദ്രശേഖരനെ അടിയന്തരമായി ഈ നേതൃസ്ഥാനത്തുനിന്ന് മാറ്റി അതിന് ഒരു കൃത്യമായി മലയാളം അറിയാവുന്ന, കേരളത്തിന്റെ ഒരു നെഞ്ചിടിപ്പറിയാവുന്ന ഒരു നേതാവിലേക്ക് ഈ അധ്യക്ഷ സ്ഥാനം പോയില്ലെങ്കിൽ തീർച്ചയായും BJPക്ക് ഇവിടെ ഒരു പ്രതീക്ഷയും കട്ടപ്പുകയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.